ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സി സജീവൻ, ഇന്ന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദമുണ്ടായി. ഈ ഹൈക്കോടതി അടക്കം ഇടപെട്ട് അന്വേഷണത്തിലേക്ക് പോകുന്ന അവസരത്തിൽ സർക്കാർ നിലപാട് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു വലിയ കൊള്ളയാണ് ഇതെന്ന് എന്ന് തന്നെയാണ്. അതായത് ഈ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ പാളികൾ കൊടുത്തുവിടണമെന്ന് ഉത്തരവിൽ എഴുതി ചേർത്തു. അത് ബോർഡിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമാണ്. അവിടെ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് ചെമ്പുപാളിയാണെന്ന് എഴുതി വച്ചത് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ദേവസ്വം കമ്മീഷണറായ ബൈജു ഉണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്. എല്ലാവരും ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിൽ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരാണ് ഈ തട്ടിപ്പിൻ്റെ ഈ സ്വർണ്ണ കവർച്ചയുടെ പിന്നിലുള്ളതെന്നാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ഓരോ ദിവസത്തെയും വാർത്തകൾ പുറത്തു വരുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കൊള്ള തന്നെയാണിത്. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗപ്പെടുത്തിയോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ പിന്നിൽ മറ്റാരൊക്കെ ഉണ്ട് എന്ന് കൂടി അന്വേഷണത്തിൽ വെളിപ്പെടേണ്ടതുണ്ട്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ് ഇന്നത്തെ ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ? ഇതില് ദേവസ്വം ബോർഡ് എടുക്കാത്തൊരു തീരുമാനം അത് എഴുതി ചേർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിനെ അറിയിക്കാതെ ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു തട്ടിപ്പ് നടന്നൊരു തട്ടിപ്പാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. അതിൽ ദേവസ്വം ബോർഡിന്റെ പങ്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം പിന്നീട് എഴുതി ചേർക്കാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ദേവസ്വം ബോർഡിനെ അറിയിക്കാതെ ചെയ്തു എന്ന് പറയുന്നത് വളരെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള തട്ടിപ്പാണ്. അതും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൽ പലപ്പോഴും ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പൊ അത് കൃത്യമായിട്ടും ഉള്ളത് കൊണ്ട് തന്നെ ഈ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇതില് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവരെ ഒരു ഉപാധിയാക്കി വെച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ഇതിൽ പ്രധാന തട്ടിപ്പുകാരി ഉദ്യോഗസ്ഥന്മാർ തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് വേറെ മറ്റു പല ആളുകൾ, കാരണം ഈ സ്വർണം പിന്നീട് വാങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിന്റെ വേറെ തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായേക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒന്നാണ്. ഇത് ദേവസ്വം ബോർഡിന് പങ്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുന്നതാണ് ഈ പറയുന്ന അവരുടെ മിനിറ്റ്സിൽ മാറ്റി എഴുതുന്ന കാര്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കിനെ വളരെ കൃത്യമായിട്ടും അറിയിക്കുന്നു. താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇനി ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ, വലിയ നമ്മൾ അദൃശ്യരായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകാരുണ്ടോ എന്നുള്ളത് കൂടി നോക്കേണ്ടതാണ്. ശ്രീ എ സജീവൻ, ഈ ഒരുപക്ഷെ ഈ അവതാരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പല അവതാരങ്ങളും ഈ ശബരിമല സന്നിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകളുണ്ട് എന്ന് അല്പം മുമ്പാണ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയും ചെയ്തത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ വിവാദം, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൊണ്ടുവന്ന വിവാദം, അത്തരത്തിലേക്ക് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടക്കുന്ന ഈ തട്ടിപ്പുകൾ ഇല്ലാതാക്കാൻ കൂടി അവസരമൊരുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സാഹചര്യത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയൊന്നുമില്ല, എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഈ ആളുകൾ സ്പോൺസർമാര് അവർ യഥാർത്ഥ സ്പോൺസർമാരുടെ അടുത്ത് കാശ് വാങ്ങുന്നു. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ ദാരുശില്പ ഏതെങ്കിലും ഒരു സ്വർണം പൂശലിന്റെ ഭാഗമായിട്ട് സോപാനത്തിൽ സ്വർണം പൂശൽ അല്ലെങ്കിൽ വാതിൽപ്പടിയുടെ സ്വർണം പൂശൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ഒരാളോടല്ല ഇവർ വാങ്ങുന്നത്. ആ പേര് പറഞ്ഞുകൊണ്ട് പല ആളുകളും, അതാണ് അവരുടെ ഏറ്റവും വലിയ ലാഭം. ഈ ആളുകളൊക്കെ വിശ്വസിക്കുന്നത് ഞാൻ കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതാണ്. അതിനപ്പുറത്ത് വേണ്ടതിന്റെ എത്രയോ ഇരട്ടി ഇവർ പല ആളുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിന്റെ അകത്തല്ലല്ലോ ഈ തട്ടിപ്പ് നടക്കുന്നത്, ഒക്കെ പുറത്തുള്ള അയ്യപ്പ ഭക്തന്മാര് അവരുടെ താല്പര്യത്തിന് അവരുടെ ആഗ്രഹപ്രകാരം കൊടുക്കുന്നതാണ്. ആ ആഗ്രഹം പ്രകാരം കൊടുക്കുന്നത് അവരുടെ പേരിൽ അതേപോലുള്ള കുറെ ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ കുറഞ്ഞൊരു അംശം മാത്രം ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു കാര്യം. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളതെന്ന് പറഞ്ഞാല് നേരത്തെ ഉണ്ടായിരുന്ന, അതിപ്പോ വിജയ് മല്യയുടെ കാലത്ത് അദ്ദേഹമാണല്ലോ ഇത് സ്പോൺസർ ചെയ്തിരുന്നത് ആദ്യം. വളരെ കൃത്യമായിട്ട് അതുപോലും അടിച്ചു മാറ്റുന്ന രൂപത്തിലേക്ക് ആണ് ഇതിൽ പോകുന്നത്. ഇവിടെ ഈ സ്പോൺസർമാരെടുത്ത കാശ് വാങ്ങുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യമുണ്ട്. ഇപ്പൊ ഈ ഇടനിലക്കാര്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഇടനിലക്കാര്, ആ ആളുകളുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിപ്പിക്കേണ്ടതാണ്. ഈ ശബരിമലയെ ഉൾപ്പെടെയുള്ള, ഈ ശബരിമലയിൽ മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളിലും ഇതേപോലെ ഇടനിലക്കാർ വലിയ തട്ടിപ്പ് നടത്തുന്ന കാര്യമുണ്ട്. അപ്പൊ അത് മൊത്തമായിട്ടൊരു അഴിച്ചുപണിക്കും പൂർണ്ണമായിട്ടത് ശുദ്ധീകരണത്തിനൊക്കെ ഒരു വഴിയായിട്ട് ഇത് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഈ എ സജീവൻ, ഇതിനകത്ത് ഏറ്റവും കൗതുകരവും രസകരമായ ഒരു കാര്യം, ഇപ്പോൾ നടന്ന ഈ സ്വർണ്ണപ്പാളി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പൂശിക്കൊടുക്കാമെന്ന് പറഞ്ഞ സ്പോൺസർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെ ഈ 950 ഗ്രാമാണെന്ന് തോന്നുന്നു അവിടെ കൊണ്ടുപോയത് ഈ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടായി. ആ 950 ഗ്രാമിൽ നിന്ന് 550 ഗ്രാം തിരികെ കൊണ്ടുവരുന്നതിന് പകരമാണ് അത് ഉരുക്കി മാറ്റുകയും ചെയ്തത്. ഇതിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് പ്രധാന സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ചെലവഴിച്ചത് വെറും 3 ഗ്രാം സ്വർണം മാത്രമാണ്. അതായത് സ്പോൺസർ എന്ന രീതിയിൽ വലിയ വിശ്വാസം നേടിയെടുത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പലരെയും, ഒരുപക്ഷെ നേരത്തെ നടൻ ജയറാം വരെ ഇതുമായി ബന്ധപ്പെട്ട് ആ സംഭവത്തിൽ പെട്ടുപോയെന്നാണ് പറയേണ്ടി വരുന്നത്, ഈ സ്വർണ്ണപ്പാളി അടക്കം ഈ കട്ടില അടക്കം ഇളക്കിക്കൊണ്ടുപോയി കാണിക്കുകയും പലരെയിൽ നിന്നും പണം വാങ്ങുകയും ചെയ്തു. അത് വലിയൊരു തട്ടിപ്പിൻ്റെ സാധ്യത ഈ ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ കണ്ടെത്തിയിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഈ സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യത്തിൽ സ്പോൺസർ പോലുമല്ല. അദ്ദേഹം ഇതില് കൈ എന്താണ് നനയാതെ മീൻ പിടിക്കുന്ന രീതിയാണ്. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മറ്റുള്ള ആളുകളുടെ പണം ഉപയോഗിച്ചിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നത് ഞാനാണ് സ്പോൺസർ എന്ന നിലയിലാണ്. സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ സ്പോൺസർ ആണല്ലോ കാശിറക്കേണ്ടത്. താങ്കൾ പറഞ്ഞ വളരെ തുച്ഛമായിട്ടുള്ള സ്വർണം പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാവാൻ സാധ്യതയില്ല. അതൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് അടിച്ചു മാറ്റിയതായിരിക്കും. അത്തരത്തിൽ കുറെ കാലമായിട്ട്, കാരണം ഇത് വലിയൊരു ലാഭക്കച്ചവടം, ഭക്തി കച്ചവടം എന്ന് പറയുന്നത് ഒരു എണ്ണേറ്റത്തെ ലാഭക്കച്ചവടം, മറ്റെന്തിനേക്കാളും അപ്പുറത്തുള്ള, അത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പ്രവർത്തിച്ച വൻപ മത്സ്യങ്ങളിൽ ഒരാൾ മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതേപോലെ ധാരാളം ആളുകൾ ഉണ്ടാവണം. അവരെയൊക്കെ സർക്കാർ ഇനി ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും ശുദ്ധീകരണത്തിലേക്ക് പോവുകയാണ്. അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ പറഞ്ഞാൽ ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോൾ ഈ 3 ഗ്രാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരുടെ നിന്ന് വാങ്ങിയതായിരിക്കാം, അതും സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ തട്ടിയെടുത്തതാകാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും വളരെ നന്ദി ശ്രീ എ സജീവൻ ഈ സാഹചര്യത്തിൽ ഈവനിംഗ് ഡിബേറ്റിൽ പ്രതികരിച്ചതിന്.